ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 2024 ഇൻകം ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഫോളോയിങ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. അതായത് നമുക്ക് 8 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും 6 അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ഓർഡിനറി റെസിഡന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കാം, ഒരു ഇൻഡിവിജ്വൽ ഏതെങ്കിലും, അതായത് നമുക്കറിയാം 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്, 2 അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ബേസിക് കണ്ടീഷനിൽ 1 അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡന്റ് ആവും. ഇനി അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ആവും. An individual is satisfied any one or both of the basic condition and both of the additional condition is called ordinary resident. അതായത് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും 1, ബേസിക് കണ്ടീഷൻ 1 ചെയ്താലും റെസിഡന്റ് ആവും, 2 ചെയ്താലും റെസിഡന്റ് ആവും. ഓക്കെ, ദെൻ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ആവും. അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ. ആൻ ഇൻഡിവിജ്വൽ ഈസ് സാറ്റിസ്ഫൈഡ് എനി വൺ ഓർ ബോത്ത് ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻ ഈസ് കോൾഡ് ഓർഡിനറി റെസിഡന്റ്. ഇവിടെ 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡിഡക്ഷൻ ഈസ് അലൗഡ് ഫ്രം ഫാമിലി പെൻഷൻ. ഓക്കെ, ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഒരു ഐറ്റമാണ് ഈ ഇൻകം ഫ്രം ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഡക്ഷൻ ഫ്രം ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, അതിൻ്റെ ഡിഡക്ഷൻ വരുന്നത് ₹15,000 or 1/3 ഓഫ് ദ പെൻഷൻ റിസീവ്ഡ് ആണ്. ഇതിൽ ഏതാണോ ലീസ്റ്റ് അത് എക്സംപ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതായത് ഫാമിലി പെൻഷൻ്റെ കേസിൽ 15,000 or 1/3 ഓഫ് ദി പെൻഷൻ്റെ 1/3 ഏതാണോ ലീസ്റ്റ്, ഏതാണോ ലോവർ ആയിട്ട് വരുന്നത് അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. മൂന്നാമത്തത്, വാട്ട് ഈസ് MMR. ഓക്കെ, MMR എന്ന് പറഞ്ഞാൽ മാക്സിമം മാർജിനൽ റേറ്റ് എന്നാണ് അർത്ഥം. MMR മീൻസ് മാക്സിമം മാർജിനൽ റേറ്റ്. നോക്കാം, ഇത് റെഫേഴ്സ് ടു ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ടു ദ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകം വിച്ച് ഇൻക്ലൂഡ് സർചാർജ്. അതായത് ഒരു വ്യക്തിയുടെ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകത്തിന് കൊടുക്കുന്ന ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻകം ടാക്സിനെയാണ് നമ്മൾ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ആണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ സർചാർജ് കൂടെ ഇൻക്ലൂഡ് ചെയ്യും. നാലാമത്തത്, വാട്ട് ഈസ് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ്. നമുക്കറിയാം ഇത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഒരു കാര്യമാണ്. അവിടെ 3 തരം സെക്യൂരിറ്റീസ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ്, ആൻഡ് മൂന്നാമത്തതാണ് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ്. നമുക്കറിയാം അതിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒരു കേസിലും ഗ്രോസപ്പ് ചെയ്യേണ്ട, ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് എല്ലാ കേസിലും ഗ്രോസപ്പ് ചെയ്യണം. ലെസ് ടാക്സിന്റെ കേസിൽ നമ്മൾ പറയുന്നത് എമൗണ്ട് റിസീവ്ഡ് എന്ന് തന്നാൽ നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. എമൗണ്ട് റിസീവ്ഡ് ഇല്ല, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു എമൗണ്ടും നമുക്ക് അതിന്റെ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റും ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട, അതിന് ഡയറക്റ്റ് ഇൻഡ്യൂ ചെയ്താൽ മതി. ഇത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ വരുന്ന ഒരു സെക്യൂരിറ്റിയാണ് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് ആർ സെക്യൂരിറ്റീസ് വേർ ദ ഇൻട്രസ്റ്റ് ഇസ് പെയ്ഡ് ആഫ്റ്റർ ദ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. അതായത് ടാക്സ് കുറച്ചതിന് ശേഷം ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സെക്യൂരിറ്റീസ് ആണ് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതായത് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് കുറച്ച ശേഷം ആണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. അഥവാ ദ ടാക്സ് ഇസ് ഡിഡക്റ്റഡ് ബിഫോർ ഇൻട്രസ്റ്റ് ഇസ് ക്രെഡിറ്റഡ് ടു ദി ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കുറക്കുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റർക്ക് അതായത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്നതിന് മുന്നേ ടാക്സ് കുറക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. ഇത് തന്നെയാണ് മുകളിൽ പറഞ്ഞത്. അതായത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ടാക്സ് കുറച്ച ശേഷമാണ്. അപ്പൊ ടാക്സ് കുറക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത്, അതിനുശേഷമാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ എ കമ്പനി ഈസ് സെഡ് ടു ബി റെസിഡന്റ്. എപ്പോഴാണ് ഒരു കമ്പനീനെ നമുക്ക് റെസിഡന്റ് ആയിട്ട് പറയാൻ പറ്റും നോക്കാം. എ കമ്പനി ഈസ് സെഡ് ടു ബി റെസിഡന്റ് ഇഫ് ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ
ഓർ ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒരു കമ്പനി എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കണം, രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഇറ്റ്സ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് POEM എന്നാണ് നമ്മൾ പറയാ. അതായത് അവരുടെ ആ ബിസിനസ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കണം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ, നമ്മുടെ പ്രീവിയസ് ഇയറിൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ പറയാം, കമ്പനീനെ റെസിഡന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ 6th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 4 എക്സംപ്റ്റഡ് ഇൻകം. ഇത് നിങ്ങൾക്ക് ഇൻകം എക്സംപ്റ്റ് ഫ്രം ടാക്സ് സെക്ഷൻ 10 പറയുന്ന ഐറ്റത്തിൽ ഏതെങ്കിലും 4 എടുത്തെഴുതിയാൽ മതി. ഞാൻ ഇവിടെ ഒരു 4 എഴുതിയത്. ഒന്ന് അഗ്രികൾച്ചറൽ ഇൻകം, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം, ഇൻകം ഫ്രം പ്രൊവിഡന്റ് ഫണ്ട് റെസിപ്റ്റ് ബൈ എ മെമ്പർ ഫ്രം HF. ഇത് നിർബന്ധമായിട്ടും ഇതിലൊരു 6-8 ഐറ്റംസ് നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ സാലറിയിലൊക്കെ കുറേ ഇതുപോലെ എക്സംപ്റ്റഡ് ഇൻകം, ഗവൺമെന്റ് എംപ്ലോയീസിന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം, ഗവൺമെന്റ് എംപ്ലോയിന്ന് എഴുതിയാൽ മതി. അല്ലേ? ദെൻ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇന്ത്യൻ ഇൻകം? പേരിൽ തന്നെ എഴുതി നോക്കാം. Indian income refers to the income received or accrued in India or income deemed to be accrued in India, including income from a business or profession conducted in India. അതായത് ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഇൻകം, അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻകം, അക്രൂഡ് ഇൻ ഇന്ത്യ. അതായത് നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന, ഡ്യൂ ആയി പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല, അപ്പൊ റിസീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻകം, അഥവാ ഇൻകം ഡീംഡ് ടു അക്രൂഡ് ഇൻ ഇന്ത്യ. അതായത് ഫ്യൂച്ചർ നമുക്ക് റിസീവ് ചെയ്തതായി, അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്തതായിട്ട് കരുതപ്പെടുന്ന ഇൻകം നമുക്ക് എന്ത് പറയാം, ഇന്ത്യൻ ഇൻകം എന്ന് പറയാൻ പറ്റും. ഇതിൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നടത്തുന്ന ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ക്യാരി ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇൻകവും ഇന്ത്യൻ ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഇൻകം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്ന ഇൻകം എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, ഹു ഈസ് അസസി ഇൻ ഡീഫോൾട്ട്. നമുക്കറിയാം അസസി എന്ന് പറഞ്ഞാൽ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ് അസസി എന്ന് പറയുന്നത്. അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ അയാൾ കൃത്യമായിട്ട് ടാക്സ് അടക്കാതെ വരുമ്പോഴാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് നമ്മൾ അയാളെ പറയുന്നത്. An assessee in default is a person who is liable to deduct and remit tax at a source but fails to do so. അതായത് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ്, പക്ഷെ എന്ത് ചെയ്തില്ല, ഫെയിൽസ് ടു ഡു സോ. അയാള് ടാക്സ് അടക്കുന്നില്ല, അല്ലെങ്കിൽ ഡിഡക്റ്റ് ലെസ് ടാക്സ് ദാൻ റിക്വയർഡ്. ആക്ച്വലി അടക്കേണ്ട അത്രയും ടാക്സ് അടക്കുന്നില്ല, അതിൽ കുറവ് ടാക്സ് ആണ് അടക്കുന്നതെങ്കിൽ അയാളെ നമുക്ക് എന്ത് പറയാം, ഡീഫോൾട്ട് അസസി എന്ന് പറയും. അതായത് കൃത്യമായിട്ട് അയാൾ അടക്കേണ്ട ടാക്സ് മുഴുവനായിട്ട് അടക്കുന്നില്ല, ചിലപ്പോൾ പകുതിയോ അല്ലെങ്കിൽ അടക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറച്ച് ടാക്സ് അടക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫുള്ളായിട്ട് ടാക്സ് അടക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ ഏതെങ്കിലും 6 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം. അപ്പോൾ പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയിൽ 8 ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഫോളോയിങ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്ക്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണുള്ളത്. ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് അഡീഷണൽ കണ്ടീഷൻസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇത് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കറിയാം, ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണമെങ്കിൽ അവിടെ 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും ആണുള്ളത്. അപ്പോൾ നോക്കാം, ബേസിക് കണ്ടീഷൻ നോക്കാം. അതിൽ 1ാമത്തെ ബേസിക് കണ്ടീഷൻ, അസസി പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 152 ദിവസമോ അതിൽ കൂടുതലോ താമസിച്ചിരിക്കണം. 2ാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലോ അസസി ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. പ്ലസ് ഈ ഒരു പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അതാണ് 2ാമത്തെ കണ്ടീഷൻ. 1ാമത്തെ കണ്ടീഷൻ 152 ദിവസമോ അതിൽ കൂടുതലോ അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓർ 2ാമത്തെ കണ്ടീഷൻ പറയുന്നത്, അതായത് അസസി ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസം നിന്നാൽ മതി, പ്ലസ് അതിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അസസി റെസിഡന്റ് ആവും. ഓക്കെ, ദെൻ അഡീഷണൽ കണ്ടീഷൻ നോക്കാം. അഡീഷണൽ കണ്ടീഷൻ, 1ാമത്തെ കണ്ടീഷൻ, ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് ബീൻ എ റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 ഫിനാൻഷ്യൽ ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ്
ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന് തൊട്ട് മുന്നത്തെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അസസി നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ പ്രസന്റ് ആയിരിക്കണം. അസസി നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അഡീഷണൽ കണ്ടീഷന്റെ കേസിൽ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓർഡിനറി റെസിഡന്റ് ആവുക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. അഡീഷണൽ കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് ആവുക. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ ഈ ഒരു കാര്യം, ഈ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളും കൃത്യം ഇൻസിഡൻസ് ഓഫ് ടാക്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോബ്ലം ഉണ്ടാവും, ഇതിന്റെ തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫോളോയിങ് എക്സ്പെൻസസ് വൈൽ കമ്പ്യൂട്ടിംഗ് ബിസിനസ് ഇൻകം. അതായത് ഇത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്ന് പ്രിലിമിനറി എക്സ്പെൻസും രണ്ടാമത്തത് സയന്റിഫിക് റിസർച്ചും ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം, പ്രിലിമിനറി എക്സ്പെൻസ് നമുക്കറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാവുന്ന എക്സ്പെൻസസ് ആണ്. ഒരു ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാവുന്ന എക്സ്പെൻസിനെയാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയാം. ഇൻകർഡ് ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് എ ബിസിനസ് ഓർ ദ എക്സ്റ്റൻഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് എന്താണ്, അതിന്റെ എക്സ്റ്റൻഷനോട് കൂടി നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസും ആവാം പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. A deduction is allowed for such expense over a period of 5 successive years starting from the year in which the business commences. അതായത് ബിസിനസ് തുടങ്ങി 5 വർഷത്തേക്ക് നമുക്ക് ഈ പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് കുറക്കാം. അതായത് 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ ഇത് കുറക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൽ നമുക്ക് അതായത് ഇപ്പോൾ ഒരു വർഷം നമുക്ക് 1/5 നമുക്ക് അലോ ചെയ്യാം. നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസ് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയാണ് പ്രിലിമിനറി എക്സ്പെൻസ് എങ്കിൽ നമുക്ക് ആകെ 20,000 മാത്രമേ ഈ ഒരു വർഷം നമുക്ക് അലോ ചെയ്യാൻ പറ്റൂ. അതായത് 20% മാത്രമേ നമുക്ക് അലോ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ 1/5 മാത്രമേ നമുക്ക് അലോ ചെയ്യാൻ പറ്റൂ. 5 വർഷമായിട്ടാണ് ഇത് കുറക്കുന്നത്. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കുറക്കാൻ പറ്റില്ല. ഈ ഒരു വർഷത്തത് 1/5 കണ്ടിട്ട് നമുക്ക് ഈ വർഷത്തെ 20,000 കുറക്കാം. മൊത്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 4/5 എന്ത് ചെയ്യണം, ഡിസലൗഡ് ആണ്. ആ 4/5 നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് ഇൻകം കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമുക്ക് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് 1/5 നമുക്ക് അലൗഡ് ആണ്, ബാക്കി 4/5 നമുക്ക് ഡിസലൗഡ് ആണ്. ഒരു വർഷം ഡിസലൗഡ് ആണ്. നമുക്ക് 5 വർഷമായിട്ടാണ് പ്രിലിമിനറി എക്സ്പെൻസ് കുറക്കാൻ പറ്റുക. അപ്പോൾ 20% നമുക്ക് അലൗബിൾ ആണ്, ബാക്കി 80% ഡിസലൗഡ് ആണ് ഒരു വർഷം. ദെൻ രണ്ടാമത്തതാണ് സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ച് സെക്ഷൻ 35 ആണ് ഇത് വരുന്നത്. പ്രിലിമിനറി എക്സ്പെൻസ് സെക്ഷൻ 35D ആണ്. ഓക്കെ, സയന്റിഫിക് റിസർച്ചിൽ 2 എക്സ്പെൻഡിച്ചർ, ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. ഇതിൽ സയന്റിഫിക് റിസർച്ച് നമ്മൾ പറഞ്ഞത് 100% ഡിഡക്ഷൻ അലൗബിൾ ആയിട്ടുള്ളതാണ് സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ 100% ഡിഡക്ഷൻ നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ഐറ്റം നിങ്ങൾ എടുക്കാതിരുന്നാൽ മതി. ഓക്കെ, സയന്റിഫിക് റിസർച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നിങ്ങൾ എടുക്കുകയോ വേണ്ട, അത് 100% ഡിഡക്ഷൻ അലൗബിൾ ആയിട്ടുള്ള ഒന്നാണെന്ന് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. നോക്കാം, അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരുന്ന കാര്യങ്ങൾ. അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്ലൂഡ്സ് ഒന്ന് റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പിന്നെ ലാൻഡാണ്. അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് അഥവാ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകമാണ്. രണ്ടാമത്തത് ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് സച്ച് ആസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡ്യൂസ്. അതായത് പ്യുവർലി അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിന് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അതും അഗ്രികൾച്ചറൽ ഇൻകം തന്നെയാണ്. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ എക്സംപ്റ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തത് ഇൻകം ഫ്രം ഫാം ഹൗസസ് പ്രൊവൈഡഡ് ദ ഹൗസ് ഇസ് സിറ്റുവേറ്റഡ് ഓൺ ഓർ നിയർ ദ അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് യൂസ്ഡ് ബൈ ദ കൾട്ടിവേറ്റർ. അതായത് നമുക്ക് ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഈ ഫാം ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡിലോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തോ ആണെങ്കിൽ നമുക്ക് ആ ഇൻകം അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ, ഇൻകം ഫ്രം ദ സെയിൽ ഓഫ് സീഡ്സ് ഓർ സാപ്ലിങ്സ് ഗ്രോൺ ഓൺ അഗ്രികൾച്ചർ ലാൻഡ്. അഗ്രികൾച്ചർ ലാൻഡിൽ ഉണ്ടാവുന്ന എന്താണ് സീഡ്സോ അല്ലെങ്കിൽ സാപ്ലിങ്സോ വിറ്റ് കിട്ടുന്ന
ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇൻകം തന്നെയാണ്. അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. അപ്പം അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്. ഇനി നോക്കാം, ഇവിടെ ഇതിന്റെ എക്സംഷൻ എന്ന് പറയുന്നത് പ്യൂർലി അഗ്രികൾച്ചറൽ ഇൻകം ആണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ എക്സംപ്റ്റ് ആണ്. അതിൽ നമ്മൾ നോക്കേണ്ടത് അതിന്റെ പർപ്പസ് അഗ്രികൾച്ചറൽ പർപ്പസ് തന്നെ ആയിരിക്കണം. കൾട്ടിവേഷൻ, സെയിൽ ഓഫ് ക്രോപ്സ് എന്നൊക്കെ പറയുന്നത് പ്യൂർലി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അത് എക്സംപ്റ്റ് ആണ്. ഇനി നോൺ അഗ്രികൾച്ചറൽ നോക്കുക, ഇൻകം ഫ്രം ആക്ടിവിറ്റീസ് ലൈക്ക് പ്രോസസിംഗ്, പ്രൊഡ്യൂസ് ഓർ യൂസിങ് അഗ്രികൾച്ചർ ലാൻഡ്. അഗ്രികൾച്ചർ ലാൻഡ് യൂസ് ചെയ്തിട്ട് നോൺ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മുഴുവനും ടാക്സബിൾ ആണ്, എക്സംപ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ അതിന്റെ പർപ്പസ് ആണ് ഇമ്പോർട്ടന്റ്. അഗ്രികൾച്ചർ പർപ്പസ് ആണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്, നോൺ അഗ്രികൾച്ചർ പർപ്പസ് ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഇതാണ് അഗ്രികൾച്ചർ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ റാം ഫോർ ദ പ്രീവിയസ് ഇയർ 23-24 ഹു ലെഫ്റ്റ് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ 15th September 2019 and came back on 1st September 2022. He again left for Dubai on 15th June 2023 and came back on 14th February 2024 to settle in India. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അവരുടെ പ്രീവിയസ് ഇയർ ആണ് വരുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 24-25, നമ്മുടെ അസസ്മെന്റ് ഇയർ 25-26 ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ ഒരു സമയത്തെ പ്രീവിയസ് ഇയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെ നമ്മൾ ചെയ്യാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒരു വർഷം ഇങ്ങോട്ടാണ് തരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. നമുക്കറിയാം 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനാണ് ഉള്ളത്. ബേസിക് കണ്ടീഷൻ, ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് 182 ഡേയ്സ് ഇന്ത്യയിൽ അസസി താമസിച്ചിരിക്കണം എന്നുള്ളതാണ്. നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇവരുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? ഇവരുടെ പ്രീവിയസ് ഇയർ 2023-24 വർഷമാണ്. 2023-24 ആണ് ഇവരുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 2023-24 വർഷത്തിൽ എത്ര ദിവസം ഇന്ത്യയിൽ താമസിച്ചു എന്നുള്ളതാണ്. നോക്കാം, അതായത് 2023-24 എന്ന് പറയുമ്പോൾ നോക്കാം, കെയിം ബാക്ക് ഓൺ 1/9/2022. ഹി അഗെയിൻ ലെഫ്റ്റ് ഫോർ ദുബായ് 15/6/2023 1/9/2029 വന്ന ശേഷം 15/6/2023 തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ് വരെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതലാണ്. ഏപ്രിൽ 1 മുതൽ. ഓക്കെ, അതായത് ഇത് 2022 സെപ്റ്റംബർ 1 ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം ഇന്ത്യ വിട്ട് പോകുന്നത് ജൂൺ 15, 2023 അപ്പോൾ 2023 വർഷം ഏപ്രിൽ 1 മുതൽ ജൂൺ 15 വരെ ഇന്ത്യയിൽ ഉണ്ട്. എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഏപ്രിൽ മാസത്തിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമാണ്. മെയ് 31, ജൂൺ 15 ദിവസം ഈ ഒരു 2023 വർഷത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 2023-24 നമുക്ക് നോക്കേണ്ടത്. ഇനി നോക്കാം, അതിനുശേഷം ഇന്ത്യയിലേക്ക് വരുന്നത് 14/2/2024 14/2/2024 അതായത് ഫെബ്രുവരി 14 തിരിച്ചു വരുന്നത്. അപ്പോൾ 2024 വർഷം നമുക്കറിയാം ഫെബ്രുവരി 14 തിരിച്ചു വന്നു. അപ്പോൾ നമുക്കറിയാം ഡേറ്റ് ഓഫ് എൻട്രിയും ഡേറ്റ് ഓഫ് എക്സിറ്റും നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ ബാക്കി ഫെബ്രുവരിയിൽ എത്ര ദിവസം ഇന്ത്യയിൽ നിന്നു? 15 ദിവസം നിന്നു. ദെൻ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് വരെ നമ്മുടെ ആ ഫിനാൻഷ്യൽ ഇയർ ഉള്ളൂ. മാർച്ചിൽ 31. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് 2023 30, 31, 15 ദിവസം നിന്നു. 2024 15, 31 ദിവസം ഇന്ത്യയിൽ നിന്നു. അങ്ങനെ ടോട്ടൽ 122 ദിവസമാണ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിൽക്കുന്നത്. 122 ദിവസമാണ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ നിൽക്കുന്നത്. നമ്മുടെ കണ്ടീഷൻ പ്രകാരം 182 ഡേയ്സ് നിൽക്കണം. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? പ്രീവിയസ് ഇയറിൽ 152 ദിവസം നിൽക്കുന്നില്ല. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അസസി പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 60 ദിവസമോ അതിൽ കൂടുതലോ നിന്നിരിക്കണം. പ്ലസ് 4 വർഷത്തിൽ 365 ദിവസവും നിന്നിരിക്കണം. 4 years, അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം നിന്നിരിക്കണം. ഓക്കെ, പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം നിൽക്കുന്നത്? 122 ദിവസം നിൽക്കുന്നത്. നമുക്ക് 60 ദിവസം മതി. ഓക്കെ, അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? പ്രീവിയസ് ഇയറിൽ 60 ദിവസം മതി.
പക്ഷെ 122 ദിവസം താമസിക്കുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ നമ്മൾ പറയുന്നത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം നിന്നിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു 23 തൊട്ട് മുന്നേ, അതായത് 22 വർഷത്തിൽ എത്ര ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്? 1/9/2022 വരുന്നത്. അതായത് സെപ്റ്റംബർ 1 വരുന്നത്. സെപ്റ്റംബർ, ഇനി ഒക്ടോബർ നിന്നിട്ടുണ്ടാവും, നവംബർ നിന്നു, ഡിസംബർ നിന്നു, നെക്സ്റ്റ് 2023 ജനുവരി നിന്നു, ഫെബ്രുവരി നിന്നു, മാർച്ച് നിന്നു, ഇല്ലേ? പിന്നെ അടുത്ത ജൂണിലാണ് പോകുന്നത്. അപ്പൊ ഇത്ര വരെ ആ ഒരു വർഷം, അതായത് 2022-23 വർഷം ഇത്ര മാസം നിന്നു. സെപ്റ്റംബറിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മന്ത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 മന്താണ് ഇവിടെ മൊത്തം ഇപ്പൊ നിന്നിട്ടുള്ളത്. അപ്പൊ 7 മാസം മാത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 365 ദിവസം ആവില്ല. ഓക്കെ, ഒരു വർഷം നിൽക്കണം. 12 മാസം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ 365 ദിവസം. അപ്പൊ അതുകൂടാതെ നമ്മൾ നോക്കുന്നത് ഇതിനു മുന്നേ നോക്കാം. ഇതിനു മുന്നേ ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പോകുന്നത് 15/9/2019 15/9/2019 ഇന്ത്യ വിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ നമ്മുടെ പ്രീവിയസ് ഇയറിന് 2023-24 തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയായിരിക്കും നമ്മുടെ 4 വർഷം എന്ന് പറയുന്നത്? 2022-23, 2021-22, 2020-21, 2019-20. ഈ വർഷമായിരിക്കും ഈ 4 വർഷത്തിൽ 365 നിൽക്കണമെന്നാണ് പറയുന്നത്. 2019-20 വർഷത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴാണ്? സെപ്റ്റംബർ 15-നാണ്. അപ്പൊ ആ വർഷം ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ 15 ദിവസമുണ്ട്. ഓക്കെ, ഏകദേശം ഓൾമോസ്റ്റ് 5 മാസവും പിന്നെ 1 മാസത്തിന്റെ പകുതിയും ഇന്ത്യയിലുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? അതായത് ഏകദേശം 6 മാസത്തിന്റെ അടുത്ത് ഇവിടെ കിട്ടും, 7 മാസം അവിടെ ഉണ്ട്, നേരത്തെ വർഷത്തിൽ ഉണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് എന്താവും? 365 ദിവസത്തിൽ കൂടുതൽ 4 വർഷത്തിൽ SSC ഇന്ത്യയിൽ നിന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ 5 മാസം തികച്ചുണ്ട്, ഇവിടെ 7 മാസം തികച്ചുണ്ട്, പ്ലസ് ഇവിടെ ഒരു 15 ദിവസം കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും 365 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ SSC എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ SSC എന്താവും? റെസിഡന്റ് ആവും. ഓക്കെ, SSC റെസിഡന്റ് ആവും. ഇനി നമ്മൾ നോക്കേണ്ട എന്താണ്? 2 അഡീഷണൽ കണ്ടീഷൻ ആണ്. അഡീഷണൽ കണ്ടീഷൻ ഇവിടെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, മിസ്റ്റർ റാം എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് ഇന്ത്യ വിട്ടു പോകുന്നത് 15/9/2019. ഓക്കെ, അതുവരേക്കും നമ്മുടെ 4 വർഷമാണല്ലോ. ഇനി 6 വർഷം, 10 വർഷത്തിൽ നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം പ്രസിഡന്റ് ആയിരിക്കണം. ഇത് 4 വർഷമാണല്ലോ. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു അയാൾ, മുഴുവനും ഇന്ത്യയിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അഡീഷണൽ കണ്ടീഷനിൽ ഒന്നാമത്തത്, അതായത് 10 വർഷത്തിൽ 2 വർഷം റെസിഡന്റ് ആയിരിക്കും, റെസിഡന്റ് ആണ്. കാരണം 2019-നാണ് ആദ്യമായിട്ട് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു, അപ്പോൾ റെസിഡന്റ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ പ്രസന്റ് ആയിരിക്കണം. 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ പ്രസന്റ് ആയിരിക്കും. കാരണം 2019-ലാണ് ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പോകുന്നത്. അതിനു മുന്നേ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു. അപ്പൊ 730 ദിവസവും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ആണ് മിസ്റ്റർ റാം എന്ന ഒരു കൺക്ലൂഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ഈ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ കണ്ടീഷൻസ് കൃത്യമായിട്ട് പഠിക്കുക, എന്നിട്ട് അത് ചെയ്തു നോക്കുക. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് HRA ആണ് കാണാൻ പറയുന്നത്. മിസ്റ്റർ മോഹൻ റിസൈഡ്സ് ഇൻ കാൺപൂർ. സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ഗെറ്റ്സ് എ ബേസിക് സാലറി ഓഫ് ₹2 lakh and DP dearness pay ₹2 lakh and HRA 1,50,000 per annum. He pays a rent of ₹1
1,80,000 per annum. Compute the amount of HRA chargeable to tax. HRA ആണ് കാണാൻ പറയുന്നത്. നമുക്കറിയാം HRAക്ക് 3 കണ്ടീഷൻ ആണുള്ളത്. ഒന്ന് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. ഓക്കെ, രണ്ട് എമൗണ്ട് കോളം കാണിക്കുന്നുണ്ട്. ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് എത്രയാണ്? ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് 1,50,000 ആണ് ആക്ച്വലി നമുക്ക് റിസീവ് ചെയ്യുന്ന HRA. രണ്ടാമത്തെ കണ്ടീഷൻ നമുക്കറിയാം റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. നമുക്ക് അറിയാം, അതായത് HRAക്ക് എക്സംഷൻ കിട്ടണമെങ്കിൽ അവിടെ റെന്റ് കൊടുത്തിരിക്കണം. റെന്റ് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ HRAക്ക് എക്സംഷൻ കിട്ടൂ. ഈ ക്വസ്റ്റ്യനിൽ റെന്റ് കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി എന്നാണ്. അതായത് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. എത്രയാണ് റെന്റ് പെയ്ഡ്? 1,80,000 ആണ് റെന്റ് കൊടുക്കുന്നത്. 1,80,000 ആണ് റെന്റ് കൊടുക്കുന്നതായിട്ട് പറയുന്നത്. ലെസ് റെന്റ് പെയ്ഡിന് എന്ത് കുറക്കണം? 10% ഓഫ് സാലറി. റെന്റ് പെയ്ഡ് ലെസ് 10% ഓഫ് സാലറി. സാലറി എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ സാധാരണ നമ്മൾ എന്തൊക്കെ എടുക്കും? HRAയുടെ കേസിൽ ബേസിക് സാലറി, DP ഡിയർനെസ് പേ, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ, ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. ഈ 4 കാര്യങ്ങൾ മാത്രമേ എടുക്കൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഒന്ന് ബേസിക് സാലറി 2 ലക്ഷം തന്നിട്ടുണ്ട്. ബേസിക് സാലറി പ്ലസ് DP 2 ലക്ഷം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സാലറി. 2 ലക്ഷം ബേസിക് സാലറി, DP നമ്മൾ എടുക്കും 2 ലക്ഷം. അപ്പൊ ടോട്ടൽ 4 ലക്ഷം. അപ്പോൾ 4 ലക്ഷത്തിന്റെ 10%, അതായത് 40,000 ആണ് 4 ലക്ഷത്തിന്റെ 10%. അതാണ് റെന്റ് പെയ്ഡെന്ന് എന്ത് ചെയ്യുക? 10% ഓഫ് സാലറി കുറക്കുക. 1,80,000 40,000 കുറച്ച് കഴിഞ്ഞാൽ 1,40,000 കിട്ടും. അതാണ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. മൂന്നാമത്തെ കേസ് എന്താണ്? നമുക്കറിയാം മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് 50% ഇൻ ദ കേസ് ഓഫ്, അതായത് ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി, കൊൽക്കത്ത ആണെങ്കിൽ 50%, ബാക്കി എല്ലാ അതർ പ്ലേസിലാണെങ്കിൽ എന്താണ് 40% ആണ് വരിക. അപ്പോൾ ഇവിടെ കാൺപൂർ ആണ് സ്ഥലം, അതുകൊണ്ട് തന്നെ 40% ഓഫ് സാലറി. ഓക്കെ, സാലറി എന്ന് പറയുമ്പോൾ ഇതേ 4 ലക്ഷത്തിന്റെ 40% വരുന്നത്. ഓക്കെ, 4 ലക്ഷത്തിന്റെ 40% വരുന്നത്. എത്ര വരും? 4 ലക്ഷത്തിന്റെ 40,000 എന്ന് പറയുമ്പോൾ 1,60,000. 1,60,000. ഇതില് നമ്മൾ നോക്കേണ്ട എന്താണ്? ഏതാണ് ലീസ്റ്റ്? അത് എക്സെപ്റ്റ് ആണ്. whichever is least is exempt. ഓക്കെ, 1,50,000 ആണോ ലിസ്റ്റ്? 1,40,000 ആണോ ലിസ്റ്റ്? 1,60,000 ആണോ ലിസ്റ്റ്? എത്രയാണ്? 1,40,000 ആണ് ചെറുത്. ഓക്കെ, അപ്പൊ എഴുതാം 1,40,000 ആണ് ലിസ്റ്റ്. ദെൻ ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA. ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വലി നമുക്ക് 1,50,000 HRA കിട്ടുന്നുണ്ട്. അതിൽ 1,40,000 ടാക്സ് കൊടുക്കണ്ട. അങ്ങനെയെങ്കിൽ ടാക്സബിൾ HRA എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ആക്ച്വലി കിട്ടുന്ന 1,50,000 നിന്നും എത്ര കുറക്കണം? ലീസ്റ്റ് ആയിട്ടുള്ള 1,40,000 കുറക്കുക. ബാക്കി കിട്ടുന്ന 10,000 ആണ് നമ്മുടെ ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. HRAയുടെ 10,000 ആണ് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA നമുക്ക് കിട്ടാം. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ആക്ച്വലി നമുക്ക് 1,50,000 HRA കിട്ടുന്നുള്ളൂ, അതിൽ കൂടുതൽ റെന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, കരുതണ്ട. HRA കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ വേണം. ഓക്കെ, HRA കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണം. വളരെ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ് ബാലാജി ട്രേഡേഴ്സ് ഷോസ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹1 lakh after debiting the amount withdrawn for personal expense ₹10,000, life insurance premium ₹15,000, income tax ₹22,000, expense relating to income tax proceedings ₹15,000, and municipal tax relating to the self-occupied property ₹1,400. Compute his taxable income under the head profits from business. വളരെ എളുപ്പത്തിലുള്ളൊരു എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നമുക്കറിയാം ഇൻകം ഫ്രം ബിസിനസ് കാണുമ്പോൾ ആദ്യം നമ്മൾ എടുത്ത് എഴുതേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത്
നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഹെഡിങ് ഒക്കെ കൊടുക്കണേ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് ഹെഡിങ് ഒക്കെ കൊടുക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 2 എമൗണ്ട് കോളം കാണിക്കാൻ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 1 ലക്ഷമാണ് നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഔട്ടർ കോളത്തിൽ കാണിക്കാം. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നെറ്റ് പ്രോഫിറ്റ് ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടാവും. ഇനി നെറ്റ് ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഒരു പാരഗ്രാഫ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് 1 ലക്ഷമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പാടില്ലാത്ത കുറേ ഐറ്റംസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് പ്രോഫിറ്റ് അതിനനുസരിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറക്കാൻ പാടില്ലാത്ത ഐറ്റംസ് കുറച്ചിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറക്കാൻ പാടില്ലാത്ത ഐറ്റംസ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ എന്തൊക്കെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്? ഒന്ന്, പേഴ്സണൽ എക്സ്പെൻസ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. അതായത് എല്ലാ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാധാരണയായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പേഴ്സണൽ എക്സ്പെൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യാറില്ല. അത് നമുക്കൊരു അലോബിൾ എക്സ്പെൻസ് അല്ല. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ഇതാ ആഡ് ഐറ്റംസ് നോട്ട് ഡിഡക്റ്റിബിൾ. ഐറ്റംസ് നോട്ട് ഡിഡക്റ്റിബിൾ, നമുക്ക് കുറക്കാൻ പാടില്ലാത്ത ഐറ്റംസ് കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിന് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിലൊന്ന് പേഴ്സണൽ എക്സ്പെൻസ് ആണ്. പേഴ്സണൽ എക്സ്പെൻസ് എത്രയാണ്? പേഴ്സണൽ എക്സ്പെൻസിന്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 10,000 ആണ്. പേഴ്സണൽ എക്സ്പെൻസ് 10,000. ഇനി രണ്ടാമത്തത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് അലോബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് അല്ല, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ഇൻകം ടാക്സ് 22,000. ഇൻകം ടാക്സ് ഒരിക്കലും അലോബിൾ ആയിട്ടുള്ളത് ഒന്നല്ല. GST അലോബിൾ ആണ്, ഇൻകം ടാക്സ് അലോബിൾ അല്ല. ഇൻകം ടാക്സ് 22,000. ഇനി എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്, ഇത് നമുക്ക് അലോബിൾ ആണ്. ഇൻകം ടാക്സ് പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ്, ടാക്സ്, കൺസൾട്ടൻസി ചാർജസ് തുടങ്ങിയവ നമുക്ക് അലോബിൾ ആണ്. അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് കുറച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് എന്ത് ചെയ്യേണ്ട? ആഡ് ബാക്ക് ചെയ്യേണ്ട. ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആ എക്സ്പെൻസ് നമുക്ക് ബിസിനസ്സിൽ കുറക്കാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് തന്നെയാണ്. മുനിസിപ്പൽ ടാക്സ് റിലേറ്റിംഗ് ടു ദ സെൽഫ് ഓക്കുപൈഡ് പ്രോപ്പർട്ടി, അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് അല്ലേ. നമുക്ക് മറ്റൊരു ഹെഡിൽ ഐറ്റവും ഇവിടെ എടുക്കാൻ പറ്റില്ല. സാലറിയിലെയോ അതേപോലെ ഹൗസ് പ്രോപ്പർട്ടിയിലെയോ ക്യാപിറ്റൽ ഗെയിനിലെയോ അതർ സോഴ്സിലെ ഇൻകംസ് ഒന്നും നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ല. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ നമുക്കിവിടെ കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടത് എന്ത് ചെയ്തിട്ടുണ്ട്? മുനിസിപ്പൽ ടാക്സ് കുറച്ചിട്ടുണ്ട്. അത് തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് എത്രയാണ്? 1,400. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്യുക. 10,000, 15,000, 22,000, 1,400. 48,400 ആണ് വരുന്നത്. 48,400 എന്ത് ചെയ്യുക? ഈ 1 ലക്ഷത്തിന്റെ കൂടെ എന്ത് ചെയ്യുക? ഇത് ആഡ് ചെയ്യുക. നമുക്ക് കുറക്കാനുള്ള ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് ആകെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് മാത്രമേ തന്നിട്ടുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ ആഡ് ബാക്ക് മാത്രം ചെയ്താൽ മതി. 1 ലക്ഷത്തിന് 1 ലക്ഷത്തിനോട് 48,400 കൂട്ടുക. 1,48,400 ആണ് ആൻസർ വരിക. ഓക്കെ, ഇതാണ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് 1,48,400. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ മനു പർച്ചേസ്ഡ് എ പ്ലോട്ട് ഇൻ 2006-2007 for rupees 4,88,000. It was sold on 15th January 2024 for rupees 16,80,000 and he paid rupees 1 lakh as brokerage charges. He invested rupees 2 lakh in NHAI bonds on 31st March 2024
and rupees 3,10,000 in bonds issued by Rural Electrification Corporation Limited on 1/8/2024. Compute his taxable capital gains if the CII for 2006-7 was 122 and for 2023-24 was 348 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻസ് വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ CII, അതായത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് വർഷാവർഷം മാറുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരമുള്ളത് നമുക്ക് ചെയ്യാം. നമ്മുടെ ഈ വർഷത്തെ CII മാറിയിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിന് ചെറിയൊരു ചേഞ്ചസും വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ക്യാപിറ്റൽ ഗെയിന് നമ്മൾ സാധാരണ ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. 2006-2007 പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഏത് ഗെയിൻ ആവാനാണ് ചാൻസ്? ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവാനാണ് ചാൻസ്. നമുക്കറിയാം, ആദ്യം നമ്മൾ ഈ ഫോർമാറ്റിൽ എഴുതുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആ ഒരു പ്രോപ്പർട്ടി സോൾഡ് ചെയ്ത പ്രൈസ് ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അത് എത്രയാണ്? ഇവിടെ 16,80,000 ആണ് ആ ഒരു പ്രോപ്പർട്ടി സോൾഡ് ചെയ്ത വാല്യൂ. അതാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അതിൽ നിന്ന് എന്ത് കുറക്കണം? സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കണം. സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കണം. എത്രയാണ് സെല്ലിംഗ് എക്സ്പെൻസ്? ബ്രോക്കറേജ് ചാർജസ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം സെല്ലിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. എത്ര വരും? 15,80,000 ആയിരിക്കും നമ്മുടെ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെറ്റ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് സെല്ലിംഗ് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് കൺസിഡറേഷൻ. ഇവിടെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇവിടുന്ന് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കും. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കും. ഷോർട്ട് ടേം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കും. ലോങ് ടേം ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡെക്സേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇത് 2006-2007 പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇത് ലോങ് ടേം ആണ്. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്? എത്ര രൂപക്കാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്? 4,88,000 രൂപക്കാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. 4,88,000 രൂപക്കാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. ഇൻറ്റു ഏത് വർഷമാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സോൾഡ് ചെയ്യുന്ന വർഷം ഏതാണ്? ഇവിടെ 15/1/2024. 2024 വർഷമാണ്. 2023-24 CII എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 348 ഡിവൈഡഡ് ബൈ ഏത് വർഷമാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ വർഷത്തിന്റെ ഇൻഡെക്സ്. ഏത് വർഷമാണ്? 2006-2007 പർച്ചേസ് ചെയ്യുന്നത്. 2006-2007 ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട് 122. ഓക്കെ, അപ്പൊ 4,88,000 ഇൻറ്റു 348 ബൈ 122 ആണ് വരിക. ഇതിന് ആൻസർ വരുന്നത് 13,92,000 ആണ് വരിക. അപ്പൊ ഇൻഡെക്സിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കാണ് വേണ്ടത്. 15,80,000 നിന്ന് 13,92,000 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 1,88,000, 1,88,000 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമ്മൾ ഈ വർഷമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ CII മുകളിലുള്ള CII ഈ വർഷമാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 363 ആണ്. അതായത് നമ്മുടെ 2024-25 വർഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ വർഷത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 363 ആണ് വരിക. അപ്പോൾ ഇൻഡെക്സേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ എടുക്കേണ്ടത് 363 ആണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് പ്രീവിയസ് ഇയറിലെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 363 ആണ്. ഈ 363ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എന്താണ് ആ വർഷം സോൾവ് ചെയ്ത പ്രോപ്പർട്ടി ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങൾ എടുക്കേണ്ട ഇൻഡെക്സ് എന്ന് പറയുന്നത് 363 ആണ് മുകളിൽ എടുക്കേണ്ടത്. താഴെ ഏത് വർഷമാണോ അത് അക്യൂർ ചെയ്യുന്നത് ആ വർഷത്തിൻ്റെത്. അതും 1/4/2001 മുൻപുള്ളതാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓർ ആ 1/4/2001 FMV ഏതാണോ കൂടുതൽ അത് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കണം. അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. ഇതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് ഇൻഡെക്സ് ശ്രദ്ധിക്കുക. നമ്മുടെ അതായത് ഈ വർഷത്തെ
ഇൻഡെക്സ് നമ്മൾ ചെയ്യുമ്പോൾ മുകളിൽ എടുക്കേണ്ടത് 363 ആണ്, 348 അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് 348 ചെയ്തത്. ഇനി ഈ വർഷം വന്നൊരു പ്രധാന ഒരു മാറ്റം എന്ന് പറയുന്നത് 23/7/2024 ശേഷം വിറ്റ അസറ്റ്, 23/7/2024 ശേഷം വിറ്റ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ലോങ് ടേം ആണെങ്കിലും ഇൻഡെക്സേഷൻ ചെയ്യേണ്ട. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ഒരു വർഷം വന്ന ചേഞ്ച് ആണ്. 23/7 അതായത് ജൂലൈ 23, 2024 ശേഷമാണ് ആ അസറ്റ് സോൾവ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ ലോങ് ടേം ആയാലും ഇൻഡെക്സേഷൻ ചെയ്യേണ്ട. ഇപ്പൊ ഈ ഒരു കേസിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് ജനുവരി 2024. അപ്പൊ നിങ്ങൾക്ക് തരുന്ന സമയത്ത് ജനുവരി 2025 ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഈ കേസിൽ ഇൻഡെക്സേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 23/7/2024 ശേഷം വിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയും ലോങ് ടേം ആണെങ്കിലും എന്ത് ചെയ്യേണ്ട, ഇൻഡെക്സേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്താണ് സാധാരണ പോലെ തന്നെയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 348/122 കഴിഞ്ഞ വർഷത്തെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1,88,000 ആണ് LTCG നമുക്ക് കിട്ടാം. ഇനി അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിട്ടിയ പൈസയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, he invested ₹2 lakh in NHAI bonds on 31st March 2024 and ₹3,10,000 in bonds issued by Rural Electrification Corporation Limited on 1/8/2024. അതായത് ഈ നമ്മൾ ഇതിൽ ക്യാപിറ്റൽ ഗെയിനിൽ കുറച്ച് എക്സംഷനും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സംഷനിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇവിടെ NHAI ബോൺസ് പർച്ചേസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിന്റെ എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, NHAI ബോൺസ് നമ്മൾ 6 മാസത്തിനുള്ളിൽ ഇതേ പൈസ ഉപയോഗിച്ചിട്ട് ആ ബോൺസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ലെസ് NHAI ബോൺസ്, അതായത് ജനുവരി 15 ഈ പ്ലോട്ട് വിൽക്കുന്നത്, അതിനുശേഷം മാർച്ച് 31 NHAI ബോൺസ് പർച്ചേസ് ചെയ്തു 2 ലക്ഷം രൂപ. അപ്പൊ നമുക്ക് ഇതിന് എക്സംഷൻ ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ബോൺസ് പർച്ചേസ് ചെയ്താലും നമുക്ക് എക്സംഷൻ ഉണ്ട്, പക്ഷെ അത് 6 മാസത്തിനുള്ളിൽ ചെയ്യണം. ഇവിടെ ചെയ്യുന്നത് ഓഗസ്റ്റ് 1 ജനുവരിയിലാണ് ഇത് വിൽക്കുന്നത്, ഓഗസ്റ്റ് ആകുമ്പോഴേക്കും 7 മാസം. ഓക്കെ, 7 മാസം, നമ്മൾ 6 മാസത്തിനുള്ളിലാണ് പർച്ചേസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ 7 മാസം ആയതുകൊണ്ട് തന്നെ അത് കുറക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ 1,88,000 2 ലക്ഷം മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. അപ്പൊ 1,88,000 കൊണ്ട് അതിൽ നിന്ന് 2 ലക്ഷം വരെ എക്സംഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ എമൗണ്ട് എന്താണ്, നില്ലാണ് വരിക. ടാക്സബിൾ LTCG എന്ന് പറയുന്നത് നില്ല് വരും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. The following incomes were received by Mr. A during the financial year 23-24. അതായത് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അതിൽ ഡയറക്ടേഴ്സ് ഫീ ഉണ്ട്, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ലാൻഡ് ഇൻ പാകിസ്ഥാൻ, ഇൻട്രസ്റ്റ് ഫ്രം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡിപ്പോസിറ്റ്, വിന്നിങ്സ് ഫ്രം ലോട്ടറി, നെറ്റ് എന്ന് തന്നിട്ടുണ്ട്, ക്രോസ് വേർഡ് പസിൽ, റോയൽറ്റി ഓൺ ബുക്സ്, അതിന്റെ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, എല്ലാ ഐറ്റംസ് എടുത്തെഴുതാം. 2 എമൗണ്ട് കോളം കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്ടേഴ്സ് ഫീ. ഡയറക്ടേഴ്സ് ഫീ എത്രയാണ്, 6000. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ലാൻഡ് ഇൻ പാകിസ്ഥാൻ ആണ്. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ആണ് എക്സംപ്റ്റ്. ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് പാകിസ്ഥാൻ എത്രയാണ്, 40,000 ആണ്. നെക്സ്റ്റ് ഇൻകം ഫ്രം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് 3,500 വരെ ഇത് എക്സംപ്റ്റഡ് ആണ്. ഇതിൽ നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് 1,500 ആണ്. 3,500 വരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അപ് ടു 3,500 എക്സംപ്റ്റ് ആണ്. അപ്പൊ എമൗണ്ട് കോളത്തിൽ നിൽ കാണിക്കും. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ
ഫിക്സഡ് ഡിപ്പോസിറ്റ് FD 1800 ടാക്സബിൾ ആണ്. വിന്നിങ്സ് ഫ്രം ലോട്ടറി, വിന്നിങ്സ് ഫ്രം ലോട്ടറിയുടെ കേസിൽ നമുക്ക് നെറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അഥവാ റിസീവ്ഡ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. അതല്ലാതെ വിന്നിങ്സ് ഫ്രം ലോട്ടറി എന്ന് മാത്രം തന്നു കഴിഞ്ഞാൽ, ഗ്രോസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ട, ഗ്രോസ് അപ്പ് ചെയ്യേണ്ട. നെറ്റ് എന്ന് തന്നാലോ റിസീവ്ഡ് എന്ന് തന്നു കഴിഞ്ഞാലോ, അതിനെ ക്യാഷ് ലിങ്കത്തിന്റെ കേസിൽ റിസീവ്ഡ് എന്ന് തന്നാലോ നെറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിലോ നമ്മൾ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. അതായത് ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ മൊത്തം എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ അതിനെ തിരിച്ച് ഗ്രോസ് അപ്പ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 35,000 ആണ്. ഓക്കെ, ഇതിന് നമ്മൾ ചെയ്യേണ്ടത് 35,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഈ ക്യാഷ് ലിങ്കത്തിന്റെ TDS റേറ്റ്, ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പം 100 മൈനസ് 30, 35,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 മൈനസ് 30. TDSന്റെ ഒരു എന്താണ്, ക്യാഷ് ലിങ്കത്തിന്റെ ഒക്കെ 30 ആണ് TDS റേറ്റ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന്റെ ഒക്കെ TDS വരുന്നത് 10% അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന്റെ കേസിൽ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ 10 ആണ് അവിടെ വരിക. ഇവിടെ അത് 30 ആണ്. അപ്പോൾ ഇത് 35,000 ഇൻറ്റു 100 ബൈ 100 മൈനസ് 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 50,000. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ 50,000 ആണ് ലോട്ടറി അടിച്ചത്, ശരിക്കും 35,000 ടാക്സ് കുറച്ചിട്ട് റിസീവ് ചെയ്തതാണ്. അടുത്ത ക്രോസ് വേർഡ് പസിൽ, ക്രോസ് വേർഡ് പസിൽ 2500 ആണ്. ഓക്കെ, ദെൻ റോയൽറ്റി ഓൺ ബുക്സ്, റോയൽറ്റി ഓൺ ബുക്സ് 20,000 ആണ് റോയൽറ്റി. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് നമുക്ക് അതിൽ നിന്ന് കുറക്കാം. റോയൽറ്റി ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് 4,000 ആണ്. അപ്പോൾ 20,000 നിന്ന് 4,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 16,000 ആണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1,16,300, 1,16,300 ആണ് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 1,16,300 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻകം ഫ്രം അതർ സോഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതോടുകൂടി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി പാർട്ട് സി എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ പാർട്ട് സിയിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. പാർട്ട് സി നോക്കാം. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഫോളോയിങ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 8 മാർക്ക്. ഓരോ ക്വസ്റ്റ്യനും 8 മാർക്കാണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ. പറയാം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ അതിന് എക്സംഷൻ കിട്ടുന്ന കുറച്ച് കേസാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 54, 54F, 54EC, 54B, 54D, 54G ആൻഡ് 112A എന്നുള്ളതാണ് അതിൽ എന്താണ് എക്സംഷൻ കിട്ടുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം 54 നോക്കാം. 54 റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റു, ആ വിറ്റ് കിട്ടുന്ന പൈസ വീണ്ടും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം എമൗണ്ടിൽ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മൊത്തം എമൗണ്ടിനും ഫുൾ എക്സംഷൻ കിട്ടും. എന്നോട് പറയാം, സെക്ഷൻ 54 എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റു, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റ് ഇതാണ് വിൽക്കുന്ന കേസാണ്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ എന്ത് ചെയ്യണം, മറ്റൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, റീഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ആ വാങ്ങുന്ന മുഴുവൻ എമൗണ്ടിനും എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. 54F നോക്കാം. എക്സ്ക്ലൂഡിംഗ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി തന്നെയാണ്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ലാത്ത പ്രോപ്പർട്ടീസ് സോൾഡ് ചെയ്തു, ആ കിട്ടുന്ന പൈസ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ടിന് ഫുൾ എക്സംഷൻ കിട്ടും. അതായത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ലാത്ത പ്രോപ്പർട്ടീസ് വിറ്റു, അതിൽ നിന്ന് കിട്ടുന്ന പൈസ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഫുൾ എമൗണ്ട് എക്സംഷൻ കിട്ടും. ഓക്കെ, മൂന്നാമത്തത് 54EC ആണ്. അതായത് ഏതെങ്കിലും ഒരു ലോങ് ടേം അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, റീഇൻവെസ്റ്റ് ചെയ്യാണ്. സ്പെസിഫൈഡ് ബോൺഡ്സിൽ 6 മാസത്തിനുള്ളിൽ എന്താണ് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 50 lakh വരെ അതിന് എക്സംഷൻ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, 54EC പറഞ്ഞ ലോങ് ടേം അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ NHAI ഓർ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷന്റെ ബോൺഡ്സിൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 lakh വരെ നമുക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്.
ദെൻ 54B നോക്കാം. ഏതെങ്കിലും ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റ് കിട്ടുന്ന പൈസ വീണ്ടും ഒരു അഗ്രികൾച്ചറൽ ലാൻഡിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് തന്നെ പർച്ചേസ് ചെയ്യണം. 2 വർഷത്തിനുള്ളിൽ അഗ്രികൾച്ചറൽ ലാൻഡ് തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് എക്സംഷൻ കിട്ടും. ദെൻ 54D ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റ് കിട്ടുന്ന പൈസ സിമിലർ അസറ്റ്, അതായത് ഇൻഡസ്ട്രിയൽ ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ടിന് ഫുൾ എക്സംഷൻ കിട്ടും. അതായത് ഇൻഡസ്ട്രിയൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റ് കിട്ടുന്ന പൈസ എന്ത് ചെയ്യാണ്, വീണ്ടും അതേ പ്രോപ്പർട്ടി, അതേ സിമിലർ നേച്ചറുള്ള പ്രോപ്പർട്ടിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 വർഷത്തിനുള്ളിലാണ് അത് ചെയ്യുന്നതെങ്കിൽ ഫുൾ എമൗണ്ട് എക്സംഷൻ കിട്ടും. ദെൻ 54G ഇൻഡസ്ട്രിയൽ അസറ്റ്. ഇൻഡസ്ട്രിയൽ അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ വീണ്ടും അതേ മീൻസ് വേറൊരു ഇൻഡസ്ട്രിയൽ അസറ്റിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് എക്സംഷൻ കിട്ടും. ഇൻഡസ്ട്രിയൽ അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ മറ്റൊരു ഇൻഡസ്ട്രിയൽ അസറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു ഇൻഡസ്ട്രിയൽ അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് എക്സംഷൻ കിട്ടും. 112A എന്ന് പറയുന്നത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ക്വസ്റ്റ്യൻ നമുക്ക് STT പെയ്ഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അഥവാ 112A എന്ന സെക്ഷനിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 1,25,000 വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പൊ 112A എന്നോ STT പെയ്ഡ് എന്നോ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 1,25,000 എക്സംഷൻ ആയിട്ട് കുറയ്ക്കാം. ഇതാണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ വരുന്ന എക്സംഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കാം. എൻ്റെ നോട്ട്സ് ആൻഡ് സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻകം ഫ്രം സാലറി ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി. നമ്മുടെ ഇയർ വ്യത്യാസം ഉണ്ട്, അതുകൊണ്ട് ഞാൻ മൊത്തം ഹെഡിങ് എഴുതുന്നില്ല. 2 എമൗണ്ട് കോളം കാണിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. അതിൽ പോപ്പുലേഷൻ 7 ലക്ഷം തന്നിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒന്ന് സാലറി 10,000 പെർ മന്ത്, ബേസിക് സാലറി ആണ് 10,000 പെർ മന്ത്. മറ്റൊന്നും പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. വേറെ മാസത്തെ കണക്കൊന്നും പറയുന്നില്ല, റിട്ടയർ ആവുന്ന കേസൊന്നും പറയുന്നില്ല. അപ്പോൾ 12 മാസത്തേക്ക് തന്നെ, ഒരു വർഷത്തേക്കുള്ളതാണ്. 10,000 × 12 1,20,000. ദെൻ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, CCA, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 1000 പെർ മന്ത് ആണ്, 1000 പെർ മന്ത്. അപ്പൊ 1000 × 12 ആണ് വരിക, 12,000. ഓക്കെ, ദെൻ ബോണസ് 8% ഓഫ് ബേസിക് പേ ആണ്. ബോണസ് 8% ഓഫ് ബേസിക് പേ. ബോണസ് 1,20,000ന്റെ 8% ആണ് 8%, 9,600. Then employers contributes 15% of his basic salary to RPF. X contributes an equal amount. അതായത് ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF. ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF. നമുക്കറിയാം ഓൺ കോൺട്രിബ്യൂഷൻ നില്ലാണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷന്റെ കേസിൽ ഇൻ എക്സസ് ഓഫ് 12% ടാക്സബിൾ ആണ്. ഇൻ എക്സസ് ഓഫ് 12% ടാക്സബിൾ ആണ്. ഇവിടെ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 15% തന്നിട്ടുണ്ട്. അപ്പോൾ 12% വരെ എക്സംപ്റ്റഡ് ആണ്. ഇവിടെ 15% ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി 15ന്ന് 12 കുറച്ച് ബാക്കി 3% ടാക്സബിൾ ആണ്. 12% എക്സംപ്റ്റഡ് ആണ്. ഇവിടെ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സാലറിയുടെ. അപ്പോൾ എത്ര? 12% മാത്രമേ നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ 15% ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി 3% നമ്മൾ എന്ത് ചെയ്യണം? 3% നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ RPFന്റെ കേസിൽ സാലറി എന്ന് പറയുമ്പോൾ ഒന്ന് ബേസിക് സാലറി, DP, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആൻഡ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. ഇതിൽ നമുക്ക് ബേസിക് സാലറി മാത്രമേ ഉള്ളൂ. അപ്പോൾ 1,20,000ന്റെ 3% കാണാം. 1,20,000ന്റെ 3% എന്ന് പറയുമ്പോൾ 3,600 ആണ്. 1,20,000ന്റെ 3% എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആകുന്നത്. ഇനി RFA കാണാം. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. RFന്റെ കേസിൽ നമുക്ക് തന്നത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ equipped with furniture has also been provided
കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 80,000. അപ്പോൾ RFA നമുക്ക് കാണാം. RFAയുടെ കേസിൽ നമ്മൾ പറയുന്നത് എന്താണ്, ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും തരാത്തതുകൊണ്ട് പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ ആണ് അപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. പോപ്പുലേഷൻ 7 ലക്ഷമാണ്. പോപ്പുലേഷൻ 7. പോപ്പുലേഷൻ 40 ലക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ 10% സാലറി. പോപ്പുലേഷൻ 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 7.5% സാലറി. പോപ്പുലേഷൻ ബിലോ 15 ലാക്ക് 15 ലക്ഷത്തിൽ കുറവാണെങ്കിൽ 5% സാലറി. ഇവിടെ 7 ലക്ഷമാണ്. അപ്പോൾ ബിലോ 15 ലാക്ക് ആണ്. അപ്പോൾ 5% ഓഫ് സാലറി. ഓക്കെ. ഇനി സാലറി എന്ന് പറയുമ്പോൾ RFAയുടെ കേസിൽ ഇവിടെ ബേസിക് സാലറി വരും, CCA വരും, ബോണസ് വരും, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഐറ്റം എഡ്യൂക്കേഷൻ അലവൻസ് വരാനുണ്ട്. ഓക്കെ, എഡ്യൂക്കേഷൻ അലവൻസ് വരാനുണ്ട്. അപ്പം നമുക്ക് RFA ഇവിടെ വിടാം, നമുക്ക് ചെയ്യാം. ഇപ്പം എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നത് ഒരു കുട്ടിക്ക് 450 രൂപയാണ്. ഒരു കുട്ടിക്ക് 450 രൂപയാണ്. അങ്ങനെ 2 കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഒരു വർഷത്തേക്ക് എത്ര രൂപ കിട്ടും? 450 × 2 × 12 10,800 കിട്ടും. അതിൽ എത്ര എക്സംപ്റ്റഡ് ആണ്? ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് മാക്സിമം 2 കുട്ടികൾക്ക് ഒരു വർഷത്തേക്ക് 2,400 എക്സംപ്റ്റഡ് ആണ്. ഓക്കെ. എഡ്യൂക്കേഷൻ അലവൻസിന്റെ കേസിൽ എക്സംഷൻ എന്ന് പറയുന്നത് 100 വെച്ചൊരു കുട്ടിക്ക് മാക്സിമം അങ്ങനെ 2 കുട്ടികൾക്ക് കിട്ടും × 12 2,400 എക്സംപ്റ്റഡ് ആണ്. 8,400 ആണ് ടാക്സബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 8,400 നമുക്കിവിടെ എഡ്യൂക്കേഷൻ അലവൻസിന്റെ കേസിൽ RFA കാണുമ്പോൾ എടുക്കണം. അപ്പോൾ ബേസിക് സാലറി എടുക്കേണ്ടത് 1,20,000, CCA 12,000, ബോണസ് 9,600, എഡ്യൂക്കേഷൻ അലവൻസ് 8,400. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ടോട്ടൽ ചെയ്യുക. 1,20,000, 12,000, 9,600, 8,400, 1,50,000 കിട്ടും. ഓക്കെ. 1,50,000 എത്ര ശതമാനമാണ്? 5% ആണ്. 1,50,000 5% എത്ര വരും? 7,500 ആണ്. അപ്പോൾ 7,500 കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യണം. 80,000 ആണ് ഫർണിച്ചറിന്റെ കോസ്റ്റ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 8,000 രൂപയാണ് വരിക. അപ്പോൾ 7,500ഉം 8,000ഉം ആഡ് ചെയ്യുന്ന സമയത്ത് 15,500 ആണ് RFA കിട്ടുക. 15,500. ഓക്കെ, ഔട്ടർ തന്നെ 15,500 കിട്ടി. RFA കിട്ടി. ഇനി നെക്സ്റ്റ്, ദ എംപ്ലോയർ കമ്പനി ഗിഫ്റ്റഡ് ഹിം ₹15,000 ഓൺ ഹിസ് മാരേജ് ആനിവേഴ്സറി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റിന്റെ കേസിൽ നമ്മൾ പറയുന്നത് 15,000 രൂപ ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. ദ എംപ്ലോയർ കമ്പനി ഗിഫ്റ്റഡ് ഹിം ₹15,000. ക്യാഷ് ആയിട്ട് 15,000 രൂപ കൊടുക്കാണ്. ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും ടാക്സബിൾ ആണ്. ഗിഫ്റ്റ് ഇൻ കൈൻഡ് ആണെങ്കിൽ 5,000 വരെ ടാക്സബിൾ അല്ല, 5,000ത്തിന് ശേഷം ടാക്സബിൾ ആണ്. അപ്പൊ ഗിഫ്റ്റിന്റെ കേസിൽ ക്യാഷ് ആയതുകൊണ്ട് തന്നെ 15,000 ടാക്സബിൾ ആണ്. ദെൻ ദ എംപ്ലോയി ഹാസ് അപ്പോയിന്റഡ് എ ഗാർഡനർ ആൻഡ് വാച്ച്മാൻ. ദേ ആർ പെയ്ഡ് ബൈ ദ കമ്പനി. അതായത് കമ്പനി കൊടുക്കുന്നതാണ് വാച്ച്മാന്റെയും ഗാർഡനറിന്റെയും സാലറി എന്ന് പറയുന്നത്. അത് ഒരു ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. അപ്പോൾ സാലറി ഓഫ് ഗാർഡനറും സാലറി ഓഫ് വാച്ച്മാനും ആണ്. ഇത് എംപ്ലോയി തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഇത് എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനി കൊടുക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് ടാക്സബിൾ ആവുന്നത്. ഓക്കെ. അപ്പോൾ സാലറി ഓഫ് ഗാർഡനർ എന്ന് പറയുമ്പോൾ 1,000 പെർ മന്ത് ആണ്. അപ്പോൾ 12,000 രൂപ വരും. ദെൻ വാച്ച്മാൻ്റെത് 800 പെർ മന്ത് ആണ്. അപ്പോൾ 9,600 വരും. ഇത് രണ്ടും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 21,600 കിട്ടും. ഓക്കെ. അപ്പൊ ഇത് ഒരു ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ ഹീസ് ഓൾസോ ഗെറ്റിംഗ് ആൻ എഡ്യൂക്കേഷൻ അലവൻസ് നമ്മൾ പറഞ്ഞല്ലേ. ദെൻ പ്രൊഫഷണൽ ടാക്സ് ആണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പോൾ ഇത്രയുള്ള ഐറ്റംസ് ഇത് ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 1,20,000, 12,000, 9,600, 3,600, 15,500,
8,400, 15,000, 21,600. 2,05,700 വരിക. 2,05,700. ഇതിൽ നമുക്കറിയാം ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 ആണ്. അതിലൊന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്കറിയാം 50,000 ആണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യണം. ക്വസ്റ്റ്യൻ നമുക്ക് തരില്ല, നമ്മൾ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തത് പ്രൊഫഷണൽ ടാക്സ് ആണ്. പ്രൊഫഷണൽ ടാക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ 2 വർഷത്തെ കൂടി തന്നിട്ടുണ്ട്. അതായത് 2 വർഷത്തെ പ്രൊഫഷണൽ ടാക്സ് 4,000 രൂപ കൊടുക്കുന്നവർക്ക് 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. 50,000, 4,000, 54,000 രൂപ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? 2,05,700 നിന്ന് 54,000 കുറക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഇൻകം ഫ്രം സാലറി. 1,51,700 ആണ് ഇൻകം ഫ്രം സാലറി. 1,51,700 ആണ് ഇൻകം ഫ്രം സാലറി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് മിസ്റ്റർ അശോക്സ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് കാണാൻ പറയുന്നത്. നമുക്ക് ആക്ച്വൽ റെന്റ് തന്നിട്ടുണ്ട്, MV തന്നിട്ടുണ്ട്, ടോട്ടൽ മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞ് 675. അതിൽ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് മിസ്റ്റർ അശോക് 450, ബാക്കി മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ടെനന്റ് 225 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ട് 335. അൺറിയലൈസ്ഡ് റെന്റ് അലൗഡ് ഇൻ ദ അസസ്മെന്റ് ഇയർ 21-22, റിക്കവേർഡ് ഡ്യൂറിംഗ് ദ ഇയർ ₹2,000 ആണ് തന്നിരിക്കുന്നത്. അത് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്കറിയാം ഗ്രോസ് ആനുവൽ വാല്യൂ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ സാധാരണ കണ്ടുപിടിക്കാം. MV, FRV കമ്പയർ ചെയ്യും, വിച്ചെവർ ഈസ് ഹയർ. അത് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യും, വിച്ചെവർ ഈസ് ലോവർ. അത് ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യും, വിച്ചെവർ ഈസ് ഹയർ. അപ്പൊ ഇവിടെ MV ക്വസ്റ്റ്യനിലുണ്ട്. MV എത്രയാണ്? MV നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് എമൗണ്ട് കോളം കാണിച്ചിട്ടുണ്ട്. MV 4,400 ആണ്. ഓക്കെ, FRV ഇല്ല, സ്റ്റാൻഡേർഡ് റെന്റും ഇല്ല. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ആക്ച്വൽ റെന്റ് ആണ്. ആക്ച്വൽ റെന്റ് എത്രയാണ്? ഇതൊക്കെ നമുക്ക് പെർ ആനം ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റു 12 ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വൽ റെന്റ് എത്രയാണ്? 4,500. വിച്ചെവർ ഈസ് ഹയർ ആണ് GAV. വിച്ചെവർ ഈസ് ഹയർ ഈസ് ദി ഗ്രോസ് ആനുവൽ വാല്യൂ. ഏതാണ് ഹയർ? 4,500. നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് MV ഓർ FRV വിച്ചെവർ ഈസ് ഹയർ. അത് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യും, വിച്ചെവർ ഈസ് ലോവർ. അത് ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യും, വിച്ചെവർ ഈസ് ഹയർ. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഇവിടെ MV ആക്ച്വൽ റെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യും, വിച്ചെവർ ഈസ് ഹയർ ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ 4,500. ഇതിൽ നിന്ന് ഗ്രോസ് ആനുവൽ വാല്യൂ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 23 പ്രകാരം ഒന്ന് അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് നമ്മുടെ റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് കുറക്കാൻ പറ്റൂ. ഈ ക്വസ്റ്റ്യനിലുള്ള അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് ആണ്. അത് മുന്നേ അലോ ചെയ്തത് ഇപ്പൊ റിക്കവർ ചെയ്യുന്നതാണ്. അപ്പൊ അതിവിടെ കുറക്കേണ്ട കാര്യമല്ല. അപ്പൊ ഒന്നാമത്തെന്ന് വെച്ചാൽ മുനിസിപ്പൽ ടാക്സ് ആണ്. മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ്. മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ഓണർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ടോട്ടൽ മുനിസിപ്പൽ ടാക്സ് 675 തന്നിട്ടുണ്ട്. അത് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ മിസ്റ്റർ അശോക്. ഓണറും ഉണ്ട്, ടെനന്റും ഉണ്ട്. നമ്മളിവിടെ ഓണർ കൊടുക്കുന്നത് മാത്രമേ കുറക്കുന്നുള്ളൂ, ടെനന്റ് കൊടുത്തത് നമുക്ക് കുറക്കാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം. പെയ്ഡ് ആണെങ്കിൽ മാത്രമേ കുറക്കാൻ പറ്റൂ, ഡ്യൂ ആയാൽ നമുക്ക് കുറക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പെയ്ഡ് ആണ്. ഇവിടെ മൊത്തം മുനിസിപ്പൽ ടാക്സ് 675, അതിൽ അശോക് ഓണർ അടക്കുന്നത് 450 ആണ്. അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 4,500 മൈനസ് 450 ഇത് കഴിഞ്ഞാൽ കിട്ടുന്നത് 4,050. ഓക്കെ, 4,050. ഇനി ഇതാണ് നമ്മുടെ ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ. ഓക്കെ, ഇതിൽ നിന്ന് ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അത് 30% ഓഫ് ആനുവൽ വാല്യൂ ആണ്.
ആനുവൽ വാല്യൂ എത്രയാണ്? 4050ന്റെ 30% ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കേണ്ടത്. 4050ന്റെ 30% എന്ന് പറയുമ്പോൾ 1215 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരാം. ദെൻ രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിയേ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റിന്യൂയിങ് ദ ഹൗസ്. ഹൗസ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ലോൺ എടുത്തിരിക്കുന്നത് ഹൗസ് മോഡിഫിക്കേഷന് വേണ്ടി തന്നെ ആയിരിക്കണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റിന്യൂയിങ് ദ ഹൗസ് 335. എന്ത് ചെയ്യാം? 4050 നിന്ന് 215ഉം 335ഉം കുറക്കുമ്പോൾ കിട്ടുന്നത് 2500 ആണ്. ഇതല്ല ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. കാരണം ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് എന്തുണ്ട്? നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് ഉണ്ട്. അങ്ങനെ റിക്കവേർഡ് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ്. അൺറിയലൈസ്ഡ് റെന്റും അരിയേഴ്സ് ഓഫ് റെന്റും റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്രയാണ് അൺറിയലൈസ്ഡ് റെന്റ്? 2000 രൂപയാണ് അൺറിയലൈസ്ഡ് റെന്റ് ഉള്ളത്. അതിൽ നിന്ന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണം. അതായത് 30%, 2000ന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണം. 2000ന്റെ 30% എത്ര രൂപ വരും? 600 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കണം. അപ്പോൾ 2000 നിന്ന് 600 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 1400 രൂപയാണ് നമുക്ക് എന്ത് വരാം? അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടുക. 2000ന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രം ഔട്ടറിലേക്ക് എഴുതാം. അപ്പം അത് 1400 എന്ത് ചെയ്യുക? ഇത് ടോട്ടൽ ചെയ്യുക. 3900 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയും. 3900 കിട്ടും. അപ്പോൾ അൺറിയലൈസ്ഡ് റെന്റും അരിയേഴ്സ് ഓഫ് റെന്റും റിസീവ് ചെയ്യുന്നത്, അതായത് മുന്നേറ്റ വർഷങ്ങളിൽ ഇപ്പോൾ റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് ആണ്. ഏത് വർഷത്തെയാണ് നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് 2021-22 വർഷത്തതാണ് ഇപ്പോൾ റിക്കവർ ചെയ്യുന്നത്. റിക്കവേർഡ് എന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവേർഡ് ആണ്. റിക്കവർ ചെയ്യുമ്പോൾ ആ എമൗണ്ടിന് എന്ത് കുറക്കാം? 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച ശേഷം മാത്രം ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് തന്നെ പഠിക്കുക. വായിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.